എന്താ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്? നിസ്കരിക്കാൻ നിൽക്കുമ്പോ ദുആ തന്നെ ചുരുക്കണം, പിന്നെ മല്ലയാക്കണം. മസ്ബൂക്കായിട്ട് നിസ്കരിക്കുന്ന മോമിമീങ്ങളുടെ നിസ്കാരത്തിന് കശപിശായിപ്പം വസ്വാസാവെന്ന് കണ്ടാൽ അവർ ദുആ മല്ലയാക്കണം. ഇപ്പം വാസിലിപ്പം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ മറ്റേ പാട്ട് പാടുന്നാളും വെക്കുന്ന പോലെ ഈലെ ഇങ്ങനെ വെക്കും. അവന്റെ ഇഖ്ലാസ് ഏടെ കിട്ടാൻ ഇങ്ങനെല്ലാം വെച്ച് ചെവിക്കെല്ലാം വെച്ചിട്ട് അവന്റെ നിസ്കാരം മൈക്കിലെ കൂടിയിട്ട് അത് നല്ല ഗുമ്മാക്കും. അത് എക്കൂല ഇപ്പോഴത്തെ നിസ്കാരം, പറയാണ്ടിരിക്കാണ്ട് വയ്യ. നിങ്ങൾ തന്നെ എന്ത് തെറ്റിരിച്ചാൽ തിരക്കേടില്ല, എക്കുവാക്കിയിട്ടാണ് നിസ്കാരം. ഇതൊന്നും ഒരാലിമ സമ്മതിക്കൂല. എക്കോലൊക്കെ അൽഹംദുലില്ലാ എന്ന് കുത്തുബ പറയുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയും, ലാ 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 എന്ന് പറയും. കുത്തുബ ബാത്തിലായില്ലേ? ബാത്തിലാവൂല എന്ന് ഏതെങ്കിലും ആൾക്ക് പറയാൻ പറ്റുമോ? അല്ലാതെ അവരെ ഗുമ്മാക്കിയിട്ട് ശബ്ദം കേൾപ്പിച്ചിട്ട് ഗുമ്മാക്കണം. ഞാൻ ഇപ്പൊ പുതിയ കൂടെ തുടങ്ങി, ഇപ്പൊ പുതിയ വല്ല മൈക്കും കൊണ്ടുവച്ചിട്ടുണ്ടാവും. കുത്തുബി മൈക്കിൽ തന്നെ ആയിരിക്കും. അത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ലാ 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 എന്ന് പറഞ്ഞാൽ കുത്തുബ ബാത്തിലാവും. ഏത് ശേഖം നോക്കിയാൽ നിരക്കേടില്ല. ബഹുമാനപ്പെട്ട കണ്യത്തോരൊരു ഫത്വയാണ്, ആവശ്യമുള്ളിടത്ത് ആവാം എന്ന് ഒറ്റൊരു ഫത്വ. വാതിൽ വേണമെന്നിടത്തും വേണ്ടാടുത്തതും ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും 4-5 ആൾ വരെ നിൽക്കുന്നിടത്ത് ഇത് വാസിൽ ചിലപ്പോൾ തലവേദന എടുക്കും നിൽക്കുന്നവരിക്കും. ഇതിൽ കൂടി ദ്വാരക്കുമ്പോ മസ്ബൂക്കിങ്ങൾക്ക് വിശ്വാസാവും. തനിച്ച തെറ്റല്ലേ? ചില മുലാമരിപ്പ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ പർസന്റെ കടുപ്പം കൊണ്ട് ചിലർ പറയാൻ തുടങ്ങി. ബാക്ക് നിസ്കരിക്കുന്ന മസ്ബൂക്കായി നിസ്കരിക്കുന്നവരുടെ നിസ്കാരത്തിൽ വിശ്വാസാവെന്ന് കണ്ടാൽ ഇതിൽ കൂടിയിട്ടുള്ള ദുആ ഹറാമാണ് അല്ല എന്ന് പറയാൻ വേറെ മുലാമർ വരട്ടെ. ഈ ദുആ വേണ്ട, സാധാരണ ദ്വാരക്കുന്ന ദുആ ഉണ്ടല്ലോ, മൈക്കില്ലാണ്ട് ദ്വാരക്കുന്ന ദുആ, ആ ദുആ തന്നെ ചെറുതാക്കണം. ആ ദുആ കൊണ്ട് തന്നെ വിശ്വാസാവെന്ന് കണ്ടാൽ ആ ദുആ തന്നെ ചെറുതാക്കണം. വാതിൽ ബഹുമാനപ്പെട്ട ഹൈദരനിശാബദങ്ങൾ പറഞ്ഞു, ആവശ്യമുള്ളത് മാത്രമേ മൈക്കിൽ കൊടുക്കാം. മജ്ലിസുന്നൂറും ബദ്റുമൗലൂദും വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഇതിലാക്കരുത് എന്ന് തങ്ങൾ പറഞ്ഞാലോ അത് എല്ലാവരും തങ്ങളാണ്. പക്ഷെ മൗലൂദും മൈക്കിലേ കേൾക്കുകയും ചെയ്യും. പിന്നെന്താ തങ്ങളുടെ സ്നേഹം? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഇതിന്റെ തൊട്ടടുത്തൊരു പ്രദേശം, ഞാൻ സ്ഥലം പറഞ്ഞ് ഭക്ഷണമാക്കുന്നില്ല, ബദരീങ്ങൾ ആണ്ടിന് ബദ്റുമൗലൂദ് കഴിക്കുമ്പോൾ റളിയല്ലാഹു എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഹിന്ദു കഴിക്കും, നിങ്ങളെ പള്ളിയിൽ നിന്ന് രാമണ്ണ എന്ന് പറയാൻ തുടങ്ങിയോ? റളിയല്ലാഹു എന്ന് ഹോം പുറത്ത് നയിക്കുന്ന രാമണ്ണ. എന്തിനായി ബദ്റുമൗലൂദ് മറ്റൊക്കെ മൈക്കിൽ കഴിച്ചിട്ട് വാസ്തുവിൽ വിശ്വാസം ഉണ്ടാക്കും? പിന്നെ ഒരു പുതിയ തുടങ്ങിയിട്ടുണ്ട്, റബീഉൽ 12 രാത്രി 3 മണിക്ക് വെല്ലിങ്ങനെ വഹിക്കലാന്ന സ്വഭാവം. ഞാൻ ഇതെല്ലാവരും പറയും, ഇതൊന്നും ഇസ്ലാമല്ല. ഇസ്ലാമല്ലാത്ത നമ്മൾ ചെയ്യാൻ എല്ലാം അങ്ങനെ തന്നെ. ഇപ്പൊ അദ്ദാദ് റാത്തി വൈകോൻ കാണാം, റദീനാ ബില്ലാഹി റബ്ബ വൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് പറയാം. ഇതെവിടുന്ന് ആ സലാത്ത് കിട്ടിയത്? അദ്ദാദിൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ആരെങ്കിലും ഇജാസത്ത് കൊടുക്കാൻ തിരക്കേടില്ല. നമ്മളെ മലബാർ ഭാഗത്ത് അദ്ദാദ് റാത്തീബ് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട അല്ലാമ ഖുത്ബി നബ്ബറല്ലാഹു മർക്കദുവാണ്. ആ അല്ലാമ ഖുത്ബി തങ്ങളുടെ ഇജാസത്ത് പ്രകാരം റദീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയാന്നേ ഉള്ളൂ. അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. നമ്മളെ വകയിലാക്കിയിട്ട് ഒരു സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. എങ്ങനെയാണ് ഓരോന്നിന്റെ വകയെങ്കിൽ ആ രൂപത്തിലാവണം അത് ചെയ്യേണ്ടത്. നമ്മളായിട്ട് കൂട്ടാനോ കുറക്കാനോ പാടില്ല ശറയിൽ.